ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് സാധാരണ പോലെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ചായയൊക്കെ ഞാൻ വെച്ച് കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ രാത്രി കുറച്ച് പാത്രമൊക്കെ മാത്രം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഈ ബാക്ക് പെയിൻ ആയതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിനിടയ്ക്ക് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി അത് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം വെക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് പുട്ടിന് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വേറെ ഉണ്ടാക്കണം. അപ്പോൾ അതുമൊക്കെ ആവിയൊന്ന് കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയ ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ ചട്ടി ഞാൻ വെറുതെ വെള്ളം നന്നായിട്ട് ഒന്നല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറേ അധിക സമയം തിളപ്പിക്കും. അതല്ല എങ്കിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ച് അതിനകത്ത് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളച്ച് ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചാണ് അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി അങ്ങനെ എടുത്താൽ ഒരു ഇച്ചിരി എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവും, എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഞാൻ എടുക്കാറ്. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എണ്ണ തേച്ച് വയ്ക്കുമോ അതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുട്ട് കുറച്ചിരിക്കണ്ടല്ലോ, അപ്പോൾ പഴവും കൂട്ടി അത് കഴിക്കാം, പിന്നെ പിടിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ പിടിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു അരമുറി തേങ്ങയും കൂടി ഞാൻ ചിരകി അതിനകത്തിട്ട് ഉപ്പും ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യണം. ഒരുപാട് ദിവസം ഇടിയപ്പത്തിൻ്റെ പരുവം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ പിടി ഉണ്ടാക്കാനുള്ളൊരു പാകം ഒരല്പം അത് കട്ടിയായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ മാവ് നനയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തണുത്തിട്ട് വേണം ഇനി നമുക്ക് പിടിയൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് നന്നായിട്ട് നനച്ചൊക്കെ വെക്കുന്നുണ്ട്. നനച്ച് വെച്ച് അത് നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ട് വേണം നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അത് നനച്ച് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയെല്ലാം നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അത് നമ്മൾ ഉരുട്ടിയൊക്കെ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉരുട്ടുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനിയിപ്പം നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിനകത്ത് നമ്മുടെ ഈ പൊടിയിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അതിനനുസരിച്ച് വെള്ളത്തിലും കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ, കുറച്ച്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് വേണം അതിൽ ചേർത്ത് അതിനനുസരിച്ച് വേണം വെള്ളത്തിൽ ഉപ്പ് ചേർക്കാൻ. ഞാനൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്, പൊടിക്ക് അത്ര ഉപ്പ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ അതിനകത്തേക്ക് ഇടാൻ കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാനിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു എൻ്റെ ഒരു പൊടിക്കൈ എന്നൊക്കെ പറയാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും എന്ത് ചെറിയ ചെറിയ വ്യത്യാസം നമ്മൾ വരുത്തിയൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം നമ്മൾ എണ്ണ ഒഴിച്ച വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് ഇത്രയും വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് തന്നെ അതിനകത്ത് കറി വയ്ക്കും കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ പിടിയിനകത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് പിന്നെ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ഒരു സവോള എടുത്ത് അതിൻ്റെ പകുതിയുള്ളൂ കേട്ടോ. ഒരു സവാളയുടെ പകുതി എടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി അതിനകത്തേക്ക് കുറച്ച് നമ്മൾ പിന്നെ പൊടിച്ച മുളകില്ലേ, ഇടിമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം നന്നായിട്ട് അങ്ങോട്ട് മാറണം. അത് നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ പിടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തുമ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചില നമ്മുടെ പൊടിക്കറികളൊക്കെ ചില ഡിഷസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് കഴിയുമ്പോൾ അതിനകത്ത് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതായിരുന്നു കേട്ടോ ഈ പിടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഉച്ചക്കത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാനൊന്ന് തിണ്ണയെല്ലാം തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറി നമ്മൾ ഉച്ചക്കത്തേക്ക് ഇന്ന് ഞാൻ മീനൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ
ഇഷ്ടപ്പെട്ട മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇന്നലത്തെ മാങ്ങാ പച്ചടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ ആരും പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ, അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ തക്കാളി രസം വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മാങ്ങയുണ്ടല്ലോ, പിന്നെ അതിൻ്റെ കൂടെ രസവും കൂടി ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തക്കാളി അതുപോലെ സവോളയും കൂടിയിട്ട് ഒന്നും മുളകും മല്ലിയൊക്കെ ഇട്ട് ഒരു ചെറിയൊരു കറി പോലെ ഉണ്ടാക്കിയെടുത്ത്, തേങ്ങയൊന്നും ചേർക്കാതെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി 2 എടുത്ത് അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്ക തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാവയ്ക്ക പച്ചടി ഉണ്ട്, മാങ്ങ പച്ചടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തക്കാളിയുടെ കൂടെ, അത് ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിയുമ്പോൾ ഇത് നന്നായിട്ട് ചൂടാവണമല്ലോ, ആ ചൂടാവുന്ന സമയത്ത് നമുക്കിതെല്ലാം അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ അതിന് അങ്ങനെ ഞാൻ തക്കാളിയും സവോളയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാവയ്ക്ക മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴുകിയിട്ട് നമ്മളൊന്ന് അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി എടുത്ത്, ഞാൻ പുതിയ ചട്ടി തന്നെയാണ് വെച്ചേക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് എന്നിട്ടൊന്ന് കഴുകിയെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേകുമ്പോൾ നമുക്ക് നമ്മുടെ പാവയ്ക്ക നമുക്കൊന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിൽ തന്നെയാണ് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞാൻ അത് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പകുതി സവോളയും കൂടി ഞാനെടുത്ത് അതും ചോപ്പ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ്, നമുക്ക് അരിഞ്ഞ് കുത്തി അരിയേണ്ടത് ചെറിയതായിട്ട് മതി. അപ്പോൾ അതിങ്ങനെ എടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടിത് ചോപ്പറിലായതുകൊണ്ട് എന്തോ വെള്ളത്തിൻ്റെ അംശം കൂടിയൊരു പാവയ്ക്ക പോലെ എനിക്ക് തോന്നിയിട്ട് അതിൽ നിന്ന് എടുത്തപ്പോൾ ഒരിത്തിരി വെള്ളത്തിൻ്റെ അംശം ഞാൻ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കയ്പ്പ് മാറി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ വെള്ളത്തെ, അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞ് കിടക്കും, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരുപാട് മുഴുവൻ പിഴിഞ്ഞ് കളഞ്ഞില്ല കേട്ടോ. അതിൻ്റെ നമ്മുടെ ആ വെള്ളത്തിൻ്റെ ഒട്ടും അങ്ങോട്ട് ഇല്ലാതായ കൊള്ളില്ലല്ലോ, പാവയ്ക്കയുടെ ഗുണം മുഴുവൻ പോകും. അതല്ല, ഞാൻ പതുക്കെ ജസ്റ്റ് ഒന്ന് നെക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനകത്തേക്ക് ഒരു സവോളയും കൂടി ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് വെക്കുന്ന സമയത്ത് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു കറിയായിട്ട് കേട്ടോ. അപ്പോൾ അതല്ലാതെ വലിയ ടേസ്റ്റോട് കൂടിയ കറിയൊന്നുമല്ല. അത് പറ്റിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ല എന്നല്ല, എന്നാലും സിമ്പിളായിട്ട് വയ്ക്കാവും. നമുക്ക് ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇന്ന് കറി ഇല്ല എങ്കിലൊക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് പാചകം പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം ഒരു കറി, തട്ടിക്കൂട്ട് കറി എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കറി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ, പുളിയൊന്നും ചേർക്കുന്നില്ല, തക്കാളിയുടെ പുളി തന്നെയാണ് അതിനകത്തുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ പാവയ്ക്കയുടെ അകത്തേക്ക് നമ്മൾ എരിവിനാവശ്യം പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഒരു അല്പം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. പച്ചമുളകിന് എരിവില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇടത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. എനിക്ക് പക്ഷേ പാവയ്ക്കയൊക്കെ ഉണ്ടല്ലോ വെളുത്ത കളറിലിരിക്കുന്ന പാവയ്ക്ക തോരനാട്ടോ ഇഷ്ടം. ഇത് പച്ചമുളകിന് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ല, ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കളർ ചേഞ്ചിലേക്ക് മഞ്ഞ കളറിൽ തന്നെ തോരനിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെയെല്ലാം ചേർത്ത് അത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ തക്കാളി എല്ലാം വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ. ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം, അത്രയേ ഉള്ളൂ. അതൊന്ന് നന്നായിട്ട് തിളച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണ്ട. അപ്പോൾ അതൊക്കെ നമ്മൾ വറ്റിച്ചെടുത്ത് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചട്ടി എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ഒരല്പം എണ്ണ കുറവുണ്ട് കേട്ടോ. ഇത്തിരി എണ്ണ നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ, ഇത്തിരി എണ്ണയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചതിൽ ഒരല്പം എണ്ണ കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചത്. കുഴപ്പമൊന്നുമില്ല, എണ്ണ കുറച്ചാൽ മതിയെങ്കിൽ അതങ്ങനെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡിയായിട്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്കയും കൂടി നമുക്ക് പിന്നെ തോരൻ വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറിയിട്ട് എൻ്റെ ചാനലിൽ
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻ്റ് എല്ലാം ഞാൻ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിക്കറിയൊക്കെ റെഡിയായി. നമ്മളിനി പാവയ്ക്ക തോരൻ വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് ഒന്ന് കടുകിട്ട് പൊട്ടിയതിന് ശേഷമാണ് നമ്മളിതിനകത്തേക്ക് നമ്മൾ പാവയ്ക്കയൊക്കെ ഇടുന്ന പാവയ്ക്കയും തേങ്ങയും സവോള, പച്ചമുളക്, വേപ്പില അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞെരടി വെച്ചതിന് ശേഷമായിട്ടും നമ്മളിതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. പക്ഷേ കയ്പ്പ് അധികം ഉണ്ടായിരുന്നില്ല. എന്താണോ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ഞാനൊരല്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മളിപ്പോൾ ഇന്ന് തന്നെ കൂട്ടുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇത്തിരി കയ്പ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്തേക്കണത്. അപ്പോൾ അത് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തൂത്തിട്ടിട്ട് ഞാനൊന്ന് അവിടെ ഒന്ന് അടിച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്നവരൊന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.